കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയസ് ക്ലിമിസ് കാതോലിക്ക ബാവ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. FCRA ബില്ലുമായി ബന്ധപ്പെട്ട്, ബിൽ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എന്ന നിരവധി പ്രതികരണങ്ങൾ സഭയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇനി ചർച്ചയില്ല, എല്ലാവരുമായി ചർച്ച നടത്തി കഴിഞ്ഞുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം. അതിനിടയിലാണ് BJPയുടെ ആത്മാർത്ഥത സംശയിച്ചുകൊണ്ട് ക്രൈസ്തവ നേതാക്കൾ രംഗത്ത് വരുന്നത്. അപ്പോൾ ഒരു വിഭാഗത്തിനും എതിരല്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അത് വിളിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതാണ്. ക്രൈസ്തവ മാനേജ്മെന്റുകൾ നടത്തുന്ന ലോകോത്തരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സാമൂഹിക ക്ഷേമ കേന്ദ്രങ്ങളും ആരുമില്ലാത്തവരെ സംരക്ഷിക്കുന്ന പരിപാലന കേന്ദ്രങ്ങളും അത് ഈ പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനത്തിലും കണ്ടെത്തുന്ന പിഴവുകളുടെ അടിസ്ഥാനത്തിലും അത് നിരോധിക്കാനും കണ്ടുകെട്ടാനും ആ വസ്തുക്കൾ സർക്കാരിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടാനും ഒക്കെ അധികാരം നൽകുന്ന ഒരു പുതിയ ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നിലവിൽ FCRA നിയമമുണ്ടല്ലോ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നമുക്കിവിടെയുണ്ട്. അത് കർശനമാണ്. അതിന് പ്രകാരമാണ് 16,000-ഓളം NGO-കളുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് FCRA. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേരളവും ബംഗാളും തമിഴ്നാടും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പ്രത്യേകതയിൽ പാർലമെന്റിൽ ഈ സംസ്ഥാനങ്ങളിലെ MP-മാരൊക്കെ അവരവരുടെ സംസ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ തുടക്കത്തിൽ പാർലമെന്റിൽ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ ഒരു സാങ്കത്യം, അതിന്റെ ഒരു അനൗചിത്യം ചോദ്യമായി നിൽക്കുകയാണ്. ഇത് മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതേക്കുറിച്ച് ഒരു പുനരാലോചന ആവശ്യമാണ് എന്ന് പറയുക. ഇതേക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്നിട്ടില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടി അവര് ഇതങ്ങനെ ഗൗരവമായി അല്ല, അങ്ങനെ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ ആശങ്ക വർദ്ധിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായി കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ല. കോടതി നിരീക്ഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം 2 പേരെ നിയമിച്ചു. അവിടെയും ക്രൈസ്തവ പ്രാതിനിധ്യം അവിടെ ലഭിച്ചിട്ടില്ല. മൈനോറിറ്റി കമ്മ്യൂണിറ്റി, മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ഒരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ, ഭരണഘടന നൽകുന്ന ഉറപ്പ്, ഇതെല്ലാം പൂർണ്ണമായി പാലിക്കപ്പെടണം എന്നുള്ളത് പ്രദേശത്തിന്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ ക്രൈസ്തവരിലും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലും അസ്വസ്ഥത സ്വാഭാവികമായി ജനിപ്പിക്കുമല്ലോ. ഈ കഴിഞ്ഞ ദിവസമാണ് പ്രവേശന പരീക്ഷ JEE-യുടെ പ്രവേശന പരീക്ഷ ഈസ്റ്റർ, ദുഃഖവെള്ളി, പെസഹാവ്യാഴ ദിവസങ്ങളിലൊക്കെ വെച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഞാൻ ഒരു കത്തയച്ചിരുന്നു. ബഹുമാന്യനായ സുരേഷ് ഗോപി മന്ത്രി അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തയക്കുന്നതാണ് നല്ലത്, അദ്ദേഹം ആ കാര്യം ഓഫീസിൽ എത്തിച്ചു കൊള്ളാമെന്ന്. അപ്പോൾ ചെറിയൊരു ആശ്വാസമായി ഒരു ഉത്തരവ് വന്നത് പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ളതല്ല, പരീക്ഷ എഴുതുന്നവർക്ക് വേറൊരു ദിവസം കൂടി ഓപ്ഷൻ കൊടുക്കാം. ഇനിയും പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് പരിശീലനം വെച്ചിരിക്കുകയാണ്. അത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അപ്പോൾ പറയുന്ന ഒരു വിശദീകരണം, ഈ ഇലക്ഷൻ അടുത്തുപോയതുകൊണ്ട്
ഇങ്ങനെ വളരെ കോമ്പാക്റ്റായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഇലക്ഷൻ വെച്ചത് ഇവിടുത്തെ ജനങ്ങളല്ലല്ലോ ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഇത്രയും ഒരു കോമ്പാക്റ്റായി ഇതെല്ലാം വരുമെന്നുള്ളത് ജനങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്ന നടത്തിപ്പുകാർക്കാണ്. അപ്പൊ ഇത് പടിപടിയായി ഇങ്ങനെയുള്ള ആശങ്കകൾ ചെറുതാണ് എന്നൊരുപക്ഷെ ദൂരെ നിൽക്കുന്നവർക്ക് തോന്നുമെങ്കിലും ഇതനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വലിയ അസ്വസ്ഥതയാണ്. ദുഃഖവെള്ളി പെസഹ വ്യാഴം എന്നുള്ളത് ക്രൈസ്തവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവാദിത്വം പരിശീലനത്തിനായി വിളിച്ചാൽ അത് പോകാതിരിക്കുക അത് സാധ്യമല്ല. അപ്പൊ ഇവർക്ക് ഈ ശുശ്രൂഷകളിലെ ചടങ്ങുകളിലൊന്നും സംബന്ധിക്കേണ്ടതില്ലേ? അപ്പോൾ നമ്മൾ അവരവരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്ന ഒരു ഭരണഘടന മുമ്പിൽ വെച്ചുകൊണ്ട് അധികാരമേൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാ വിഭാഗങ്ങൾക്കും കൂടി അനുഭവേദ്യമായി വരേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന്റെ ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഈ FCRAയുടെ പുതിയ ഒരു നിയമം വന്നിരിക്കുന്നത്. ക്രമാനുഗതമായി ഇങ്ങനെ വരുന്ന അസ്വസ്ഥതകൾ വളരെ ആശങ്ക ഉളവാക്കുന്നു എന്നുള്ളതാണ്. സഭകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി CBCI അതുപോലെ കേരള കത്തോലിക്ക സഭയുടെ സമിതി, ഇന്ന് ഞങ്ങൾ വൈകുന്നേരം KCBCയുടെ ഒരു പൂർണ്ണ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും മറ്റ് സഭാധ്യക്ഷന്മാരുണ്ട്. എല്ലാ സഭകളിലെയും സഭാധ്യക്ഷന്മാർ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലും ഇന്റർ ചർച്ച് കൗൺസിലിന്റെ ചെയർമാൻ എന്ന നിലയിലുമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഈ സഭകളെല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, സംസ്ഥാനത്ത് ദേശീയ തലത്തിലുള്ള പ്രധാന പാർട്ടികൾ എല്ലാം ആവശ്യപ്പെടുന്ന കാര്യം, ഇതിന് റിവിഷൻ ആവശ്യമാണ്, ഇത് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ്. അതുതന്നെയാണ് സഭ മുൻപോട്ട് വയ്ക്കുക. ഇത് പുനഃപരിശോധിക്കുവാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നതാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് ആമുഖമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്.